അങ്ങനെ ഓണത്തെ അടുത്തെത്തിയോണ്ട് തന്നെ പച്ചക്കറിയൊക്കെ വാങ്ങാറായല്ലോ എന്ന് വിചാരിച്ചിരിക്കണ നേരത്തെ നടന്നിട്ടോ നമ്മുടെ വീണ്ടും ഫ്രണ്ട് കൂടെ പച്ചക്കറി വേണ്ടി പോണത്. അതുകൊണ്ട് തന്നെ ആ പണി എളുപ്പമായിട്ട് കൈയോടെ തന്നെ പച്ചക്കറി ആവശ്യമുള്ളതൊക്കെ വാങ്ങി വെച്ചു. പിന്നെ നമ്മുടെ തേജപ്പൻ എനിറ്റോ ചോദിച്ചാൽ എനിറ്റു എന്ന് പറയാം, എനിറ്റില്ലേ ചോദിച്ചാൽ എനിറ്റില്ല എന്നും പറയാട്ടാ. ആ രീതിക്ക് ഇതേ തന്നെ സംസാരിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് കേട്ടാ. പിന്നെ വേഗം അവനെ മേലെ എഴുകിപ്പിച്ചു. അവനിതേ കഞ്ഞിയും ചമ്മന്തി ആയിട്ട് കൊടുക്കണത്. കാരണം അവന് രാവിലെ എണീക്കുമ്പോൾ ചെറിയൊരു മൂക്കടപ്പ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നൈറ്റ് ഫുള്ള് ഫാൻ ഇട്ട് കിടന്നോണ്ടാ തോന്നുന്നുണ്ട് നന്നായിട്ട് മൂക്കടപ്പുണ്ട്. അപ്പൊ അവൻ തന്നെ പറഞ്ഞത് അവന് കഞ്ഞി മതിയെന്ന്. ഇപ്പൊ കുറെ നാളായിട്ട് കഞ്ഞി കുടിച്ചിട്ടില്ല അമ്മയെന്നും പറഞ്ഞിട്ടാണ് എന്നെ കഞ്ഞിയൊക്കെ വാങ്ങി കുടിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. സംഭവം ഒന്നുമില്ല, ഇതേ കഞ്ഞിയും ചമ്മന്തി മാത്രമേ ഉള്ളൂ കേട്ടാ, സോറി അച്ചാറ്. പിന്നെ അങ്ങനെ അവൻ ഒതുക്കിയതിന് ശേഷം ഞാൻ നേരെ നമ്മള് വാങ്ങി വെച്ച പച്ചക്കറി ഇല്ലേ അതൊക്കെ ഇതേ വേഗം കഴുകി ബോക്സിലാക്കാൻ നോക്കട്ടാ. ഒരുപാടൊന്നും ഇല്ലേ, നമുക്ക് ഓണത്തിന് എന്തായാലും ചെറിയൊരു സദ്യവട്ടം ഒരുക്കണ്ട. അപ്പൊ അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇതേ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി പിന്നെ കുറച്ച് എപ്പോഴും വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തക്കാളി ഉള്ളത്. അതിന്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ തേജപ്പനൊന്ന് മരുന്ന് കൊടുക്കാൻ നിന്നു. എനിക്കും തേജുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഈ മരുന്ന് കൊടുക്കലും അവന് മരുന്ന് കഴിക്കലും അതുപോലെ തന്നെ അവന്റെ നഖം വെട്ടലും. ഈ രണ്ട് കാര്യം ചെയ്യുമ്പോൾ മാത്രം ഞാനും തേജു ഇതൊരു കളരിപ്പയറ്റിന് നിൽക്കുന്ന ഫീൽ ആയിരിക്കും കേട്ടോ. അങ്ങനെ മരുന്നിന്റെ ചോയ വിടാൻ കുട്ടിക്ക് ഇത് അച്ചാറ് ടച്ചിങ്സ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ അവൻ അവിടെ ഒതുക്കിയിരുത്തിയെ. പിന്നെ ഞാൻ വീണ്ടും എന്റെ പഴയ പണിയിലേക്ക് കിടന്നു. ബാക്കി പച്ചക്കറികളൊക്കെ ഒതുക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് സഹായിക്കണം അമ്മയെന്ന് ചോദിക്കാനാണ് ഈ വന്ന് നിൽക്കണത് കേട്ടാ. പിന്നെ പച്ചമുളക് പൊട്ടിക്കണുണ്ടപ്പോ ഓടി, കാരണം പച്ചമുളക് എരിയൂലോ, അത് പേടിച്ചിട്ടാ തോന്നുന്നു. അല്ലെങ്കിൽ പൊട്ടിക്കാൻ വന്ന് നിൽക്കാറുണ്ട്, അയ്യോ ഇത് എരിയൂലോ എന്നും പറഞ്ഞിട്ടാട്ടോ ഓടിയത്. പിന്നെ അതെല്ലാം ഇടയ്ക്ക് പറക്കി എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നേരെ കയറ്റി വെച്ചു കേട്ടോ. വെള്ളം പാർന്നതിന് ശേഷമാണ് ഞാനൊക്കെ ബോക്സിലാക്കി വെക്കണത് കേട്ടോ. പിന്നെ ഞാൻ നേരെ ഉച്ചത്തേക്കുള്ള ഫുഡ് വെക്കാനാണ് നോക്കണത്. അപ്പൊ നമ്മളിന്ന് ഉച്ചത്തേക്ക് ചിക്കൻ കറി വെക്കാച്ചിട്ടാട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, അത് 2 ദിവസം മുന്നേ കണ്ടെടുത്തിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ചിക്കൻ കറി ആയിട്ട് വെക്കണത്. അതിന്റെ കൂടെ തന്നെ ചിക്കൻ വറക്കും വേണം കേട്ടോ. കുറച്ച് ചിക്കൻ വറക്കാന്ന് വിചാരിച്ചു. ചിക്കൻ കറിയുടെ റെസിപ്പി ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസിൽ കാണിച്ചുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത്. ഇതേ തക്കാളി അരച്ചിട്ടാട്ടോ ഞാൻ ഒഴിച്ചേക്കണത്. പിന്നെ നമ്മുടെ പരട്ടി വെച്ച ചിക്കനൊക്കെ ഇതേ ഗ്രേവിക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി ആവിയിൽ നന്നായി വേവിച്ച് കുറുക്കി എടുക്കൂട്ടാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ മസാലയൊക്കെ നന്നായി പരട്ടി ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ മൂടി വെക്കും. മൂടി വെച്ചിട്ട് കുറേ നേരട്ടോ അടി പിടിക്കാണ്ടിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കും. അല്ലെങ്കിൽ അടി പിടിച്ച മണം പോലും ഞാൻ അറിയാണ്ട് അവിടെ ഇരുന്ന് പോട്ടും. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഓർത്തിട്ടായിരിക്കും അടി പിടിക്കുമെന്ന് അങ്ങനെ ശ്രദ്ധിച്ചിട്ടായിട്ട് ചെയ്യണത്. പിന്നെ നമ്മുടെ ചിക്കൻ കുറച്ചുള്ളത് കുറച്ച് വറക്കും ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തെ ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോഴത്തെ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പൊ തേജുവിന് ചിക്കന്റെ ചാറ് കൂട്ടിയിട്ട് കുറച്ച് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അവന് കുറച്ച് ചോറും പിന്നെ കുറച്ച് ചിക്കന്റെ ഒരു പീസും കൊടുത്തു. കണ്ട ഞാനും തേജും ഒരു പാത്രത്തിൽ കഴിച്ച് ഒരു പായയിൽ കിടന്നുറങ്ങുന്ന ടീംസ് ആട്ടോ. അല്ലാതെ 2 പാത്രത്തിൽ കഴിച്ച് അതൊക്കെ കഴുകി വെക്കാൻ മടിയായിട്ടല്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.